നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വൻ ഡിമാൻഡ്. ദീർഘദൂര യാത്രയ്ക്കുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ട്രയൽ റൺ ഓഗസ്റ്റിൽ നടക്കുമെന്ന് സൂചന. നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹ്രസ്വദൂര യാത്രയ്ക്കുള്ള വന്ദേ മെട്രോയുടെ ട്രയൽ റണ്ണും പിന്നാലെ ഉണ്ടാകും. പ്രീമിയം രാജധാനി, തേജസ് എക്സ്പ്രസ് ട്രെയിനുകളിലെ സൗകര്യങ്ങളെ വെല്ലുന്ന അങ്ങനെ ദീർഘദൂര യാത്രക്കാർക്ക് ആശ്വാസകരമായിട്ടാണ് വന്ദേ ഭാരത് എത്തുന്നത്. ദീർഘദൂര യാത്രയ്ക്കുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ പരീക്ഷണ ഓട്ടമാണ് ഓഗസ്റ്റിൽ നടക്കുമെന്ന സൂചന. നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹ്രസ്വദൂര യാത്രയ്ക്കുള്ള വന്ദേ മെട്രോയുടെ ട്രയൽ റണ്ണും പിന്നാലെ ഉണ്ടാകും. ദീർഘദൂര സർവീസ് നടത്തുന്ന പ്രീമിയം രാജധാനി, തേജസ് എക്സ്പ്രസ് ട്രെയിനുകളെ വെല്ലുന്ന സൗകര്യങ്ങളോടെയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ വരവ്. 11 AC 3 ടയർ കോച്ചുകൾ, 4 AC 2 ടയർ കോച്ചുകൾ, ഒരു ഫസ്റ്റ് ക്ലാസ് AC അടക്കം 16 കോച്ചുകൾ. 823 യാത്രക്കാർക്ക് സഞ്ചരിക്കാം. AC 3 ടയറിൽ 611, AC 2 ടയറിൽ 188, ഫസ്റ്റ് ക്ലാസ് ACയിൽ 24 എന്നിങ്ങനെയാണ് യാത്രാ സൗകര്യം. മുകളിലെ ബർത്തിൽ എളുപ്പം കയറാൻ ബർത്തുകളിൽ സുഖയാത്രയ്ക്കായി മെച്ചപ്പെട്ട കുഷ്യനുകൾ, മിഡിൽ അപ്പർ ബർത്തുകളിൽ സുഗമമായി കയറാൻ രൂപകൽപ്പന ചെയ്ത ഗോവണി, സെൻസർ അധിഷ്ഠിത ലൈറ്റിംഗ് എന്നിവയുമുണ്ട്. രാത്രിയിൽ വഴി കാണാൻ ഇടനാഴികളിൽ സ്ട്രിപ്പുകളും ഉണ്ട്. വന്ദേ ഭാരതിലേതുപോലെ ഓട്ടോമാറ്റിക് വാതിലുകൾ, ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക ടോയ്ലറ്റ്. കുലുക്കം കുറയ്ക്കാൻ കോച്ചുകൾക്കിടയിൽ സെമി പെർമനന്റ് കപ്ലറുകൾ, കോച്ചുകൾക്കുള്ളിലെ നീക്കം എളുപ്പമാക്കാൻ സീൽ ചെയ്ത ഗാങ്ങോകൾ. വേഗത മണിക്കൂറിൽ 160 മുതൽ 180 കിലോമീറ്റർ. അതേസമയം ഉത്തർപ്രദേശിലെ വാരണാസിക്കും പശ്ചിമ ബംഗാളിലെ ഹൗറയ്ക്കുമിടയിൽ പുതിയ മിനി വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചു. മണിക്കൂറിൽ 130 മുതൽ 160 വരെ കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഈ ട്രെയിനിൽ 6 മണിക്കൂർ കൊണ്ട് വാരണാസിയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് എത്താം. വാരണാസിയിൽ നിന്ന് രാജ്യത്തെ മറ്റു നഗരത്തിലേക്കുള്ള 5ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണിത്. ന്യൂഡൽഹിയിലേക്ക് 2, പട്നയിലേക്ക്, റാഞ്ചിയിലേക്കും ഓരോന്ന് വീതം വന്ദേ ഭാരത് എക്സ്പ്രസുകൾ വാരണാസിയിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. വാരണാസി ജംഗ്ഷൻ റെയിൽവേ ജംഗ്ഷനിൽ നിന്നാണ് മിനി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഹൗറയിലേക്ക് പുറപ്പെടുക. ചെയർ കാറുകളും സ്ലീപ്പറുകളും അടക്കം 8 കോച്ചുകളാണ് മിനി വന്ദേ ഭാരത് എക്സ്പ്രസിലുള്ളത്. കിഴക്കൻ സംസ്ഥാനങ്ങളും വടക്കൻ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ട്രെയിൻ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് പുതിയ മിനി വന്ദേ ഭാരത്. ഇതിലൂടെ ബംഗാളിൽ നിന്നും സമീപ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സഞ്ചാരികൾക്ക് കുറഞ്ഞ സമയത്തിൽ വാരണാസിയിൽ എത്താൻ സാധിക്കും. വാരണാസിയിൽ നിന്ന് നിലവിലുള്ള ഡൽഹി, പട്ന, റാഞ്ചി സർവീസുകൾ ഏറെ ജനപ്രിയമാണ്. പുതിയ മിനി വന്ദേ ഭാരത് കൂടെ വരുന്നതോടെ രാജ്യത്തെ പ്രധാന വന്ദേ ഭാരത് ഹബ്ബായി കൂടെ മാറുകയാണ് വാരണാസി. മിനി വന്ദേ ഭാരത് സർവീസുകൾ കൂടി ഹിറ്റായതോടെ രാജ്യത്തെ വന്ദേ ഭാരത് നെറ്റ്വർക്കുകൾ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ. പ്രധാന നഗരങ്ങൾ തമ്മിലുള്ള റെയിൽ ബന്ധം വർദ്ധിക്കുന്നത് ടൂറിസം മേഖലയുടെ വികസനത്തിനും സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്കും സഹായിക്കും. കഴിഞ്ഞ വർഷം ജൂണിൽ ബംഗളൂരിനും ഡെറാഡൂണിനും ഇടയിലാണ് ആദ്യത്തെ മിനി വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചത്. ചെന്നൈയിലെ കോച്ച് ഫാക്ടറിയിലാണ് മിനി വന്ദേ ഭാരത് കോച്ചുകൾ നിർമ്മിക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകളിൽ 16 കോച്ചുകളാണെങ്കിൽ മിനി വന്ദേ ഭാരത് ട്രെയിനിൽ 8 കോച്ചുകളാണുള്ളത്. ആധ്യാത്മികമായും ആത്മീയമായും പ്രസിദ്ധമായ സ്ഥലമാണ് വാരണാസി. പുണ്യനദിയായ ഗംഗയും അതിന്റെ ആത്മീയതയും ഒരു വശത്തുള്ളപ്പോൾ മറുവശത്ത് സന്യാസ ജീവിതങ്ങളും എരിയുന്ന ചിതകളുമാണുള്ളത്. ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ നഗരം നൂറ്റാണ്ടുകൾക്ക് മുൻപേ രൂപപ്പെട്ടതായി കരുതപ്പെടുന്നു. കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെ നിരവധി പ്രധാന ക്ഷേത്രങ്ങൾ വാരണാസിയിലുണ്ട്. ഗംഗയും ഗംഗാ സ്നാനവും അവിടെ നടത്തുന്ന ശവസംസ്കാര ചടങ്ങുകളും മോക്ഷത്തിലേക്കുള്ള പാതയാണെന്നുള്ള വിശ്വാസവും കാരണം ഇന്ത്യയുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായി തുടരുകയാണ് വാരണാസി. ബനാറസ് പാട്ടുകളും ലോക പ്രശസ്തമാണ്.